അറിയപ്പോൾ നമ്മുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ഈ വേദിയിൽ വെച്ച് നടക്കേണ്ടതുണ്ട്. അപ്പം അതിന് അർഹത നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും കുട്ടികളും ഈ ഒരു സ്റ്റേജിന് മുമ്പിലേക്ക് കടന്നിരിക്കണം എന്ന് കൂടി അറിയിക്കുന്നു. അടുത്തതായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ TP നാരായണൻ. ഇദ്ദേഹം എൻ്റെ അമ്മാവനായിരുന്നു. അമ്മാവനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ കുടുംബസംഗമത്തിൻ്റെ മാനനീയ അധ്യക്ഷൻ ശ്രീ സുന്ദരൻ, ഈ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന നിയമസഭാ അംഗം കൊടുങ്ങല്ലൂർ MLA ശ്രീ അരുണൻ അവർ ആശംസ അർപ്പിച്ച് ഇവിടെ നിന്നും പോയ SNDP തിരൂർ യൂണിയൻ പ്രസിഡന്റ് ശ്രീ ബാലേട്ടൻ അവർ, ശ്രീ മഞ്ജുള അരുണൻ, ശ്രീമതി മഞ്ജുള അരുണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ വേലായുധൻ, ശ്രീ KP നാരായണൻ, ശ്രീ ജൈത്രൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, 1994 ഈ വലിയ കുടുംബത്തിലെ ഒരു ചെറിയ മരുമകനായി വന്ന് കഴിഞ്ഞ 24 വർഷമായി ഈ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ സുഖദുഃഖങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം പങ്കെടുത്തു വരികയാണ്. ഇത്രയൊരു വലിയ ഒരു കുടുംബത്തിന് ഒരു ഐക്യവും ഒരുമയും എൻ്റെ പ്രദേശമായ കൊപ്പത്തോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ആട്ട്, കളങ്കരി തുടങ്ങിയ പുരാതന അനുഷ്ഠാന കലകളാണ്. അതിലെ ജനകീയ പങ്കാളിത്തവും സഹകരണവും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഈ കാലയളവിൽ ഒരുപാട് പേരുടെ മരണങ്ങൾ ഈ കുടുംബത്തിലുണ്ടായി. അച്ഛൻ, വലിയച്ഛൻ, ചെറിയച്ഛന്മാർ, അച്ചുവേട്ടൻ, കുമാരേട്ടൻ, ദേവി, അങ്ങനെ ഒരുപാട് പേരുടെ വേർപാട് ഈ കുടുംബം തരണം ചെയ്തതിന് സാക്ഷിത്വം വഹിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് വിവാഹങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ ശ്രീമതിയൊക്കെ കളിയാക്കാറുണ്ട്. ഇവിടുത്തെ പഴയ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ കാണുമ്പോൾ കൊണ്ടാടുന്നു. എന്തായാലും അത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ കൊണ്ടാടുന്നത് ഈ കുടുംബം കാണിക്കുന്ന ഇച്ഛാശക്തി വളരെ അഭിനന്ദനീയമാണ്. ഇവിടുത്തെ ചെറിയ കുട്ടികൾ പോലും പൂജാവിധികളൊക്കെ കാണുമ്പോൾ വളരെ ഏറെ അഭിമാനം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലൊരു വിഷമം ഉണ്ടാക്കിയൊരു സന്ദർഭം ശ്രീ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ആക്സിഡൻ്റാണ്. വളരെയധികം വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇത്തരം ഒരു കുടുംബസംഗമം നടത്താൻ ഇതിൻ്റെ സംഘാടകർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനം പറയുകയാണ്. എല്ലാം കൊണ്ടും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പ്രസംഗങ്ങളും ആശംസകളൊക്കെ കേട്ടിട്ട് മടുത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും ഈ കുടുംബസംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. എല്ലാ കുടുംബങ്ങളും വളരെ ഉന്നത സ്ഥാനത്തെത്തട്ടെ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം
നേർന്നുകൊണ്ട് ദീർഘകാലം ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു ടി പി നാരായണൻ സർ. അതോടൊപ്പം അറിയപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ഈ വേദിയിൽ വെച്ച് നടത്താനുണ്ട്. അനുശ്രീ ആലത്തിയൂർ, സ്മൃതി കാലിക്കറ്റ്, ഹരിഗോവിന്ദ് ആദവനാട്, ഈ 3 വിദ്യാർത്ഥികളും സ്റ്റേജിന്റെ തൊട്ടു മുമ്പിലേക്ക് വന്നു നിൽക്കണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ കുടുംബാംഗങ്ങൾ പരസ്പരം പരിചയപ്പെടുക, അതിന്റെ തുടക്കം കുറിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അതിന് ആദ്യമായി കുടുംബാംഗങ്ങൾ പരിചയപ്പെടുന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ അവതരണം TK രാമചന്ദ്രൻ, അതായത് എൻ്റെ കുട്ടിക്ക് നിർവഹിക്കുന്നതാണ്. TK രാമചന്ദ്രൻ കുട്ടിക്കിനെ ക്ഷണിച്ചുകൊള്ളു. ആദ്യം എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം. പിന്നെ ഒരു കാര്യം നമ്മൾ എൻ്റെ ദൈവങ്ങൾ അതിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ ഇന്ന് വളരെയേറെ സന്തോഷം തോന്നുന്നൊരു സമയമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതിന് നമ്മളെ സംഘാടകർ, പ്രത്യേകിച്ച് മോനേട്ടൻ, ബാബു, സുന്ദരൻ, മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരുപാട് ആത്മാർത്ഥമായി ജോലി ചെയ്തു. അതുകൊണ്ട് ഈ പരിപാടി വളരെയധികം വിജയിച്ചു. പിന്നെ നമ്മുടെ ആ അധ്യക്ഷൻ ശ്രീമാൻ സോമസുന്ദരൻ, അതുപോലെ തന്നെ നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ അരുണേട്ടൻ, നമ്മുടെ കുടുംബാംഗമാണ്. അദ്ദേഹം എത്രയോ ദൂരത്തുനിന്ന് ഈ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും നമ്മൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നു. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി, അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ കുമ്പളപ്പറമ്പ് തീയന്തിരുത്തി കുമ്പളപ്പറമ്പിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും നമ്മളെല്ലാം ഒന്നാണെന്ന് അറിയിക്കാനും അദ്ദേഹം എല്ലാ മറ്റുള്ള ജോലികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടും ഈ സ്ഥലത്ത് നമ്മളെടുത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം നല്ലൊരു പ്രസംഗം, നമുക്ക് നല്ലൊരു ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രസംഗം ഉണ്ടായി. അത് നമ്മൾ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ KR ബാലേട്ടൻ, അയാളൊരു വലിയ ബിസിനസ്സുകാരനാണ്. മലബാർ മേഖലയിൽ തീയ സമൂഹത്തിന് ഒരു അടിത്തറ ഇട്ടുകൊടുത്ത SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ബാലേട്ടൻ, അതുപോലെ തന്നെ ദൈത്രേട്ടൻ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ. അദ്ദേഹത്തിന് ഞാൻ ഏട്ടൻ വിളിക്കുന്നു, കാരണം മിക്കവാറും എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്തായിരിക്കും. അതുകൊണ്ട് ഞാൻ ഏട്ടൻ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമതി മഞ്ജുള അരുണൻ, നമ്മുടെ MLA സഹധർമ്മിണി, അവരെ ഞങ്ങൾ വീട്ടിൽ ചെന്ന സമയത്ത് ആദ്യം കണ്ടു. അവരാ സന്തോഷം, ഞങ്ങളെ കണ്ട സന്തോഷം, അതുപോലെ തന്നെ അവരാ പെരുമാറ്റം, അന്ന് ഞങ്ങൾക്ക് തോന്നിയത് ഏറ്റവും വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമാണെന്നൊക്കെ. അങ്ങനെ അവരും ഈ പരിപാടി രാവിലത്തെ അല്ലാതെ ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും ദൂരം ഓടി ഇവിടെ വന്നു. പോരാത്തിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നാളത്തെ പരിപാടിക്ക്. അതിന് നമ്മളെല്ലാം പോകാനും തയ്യാറാണ്. പിന്നെ നമ്മൾ വേലായുധേട്ടൻ, തിരുനായ മെമ്പർ, നമ്മുടെ എൻ്റെ ഏട്ടൻ്റെ മകനാണ്. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഓടി നടക്കുന്ന ഒരാളാണ്. അതുപോലെ പിന്നെ നമ്മൾ നാരായണൻ, എൻ്റെ ചേട്ടത്തിൻ്റെ പെങ്ങളെ മകനാണ്. അവൻ നല്ലൊരു കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. പിന്നെ TP നാരായണൻ, എൻ്റെ പെങ്ങളെ ഭർത്താവാണ്. അദ്ദേഹം കൊപ്പത്ത് മൂപ്പര് മെമ്പറാണ്. അദ്ദേഹം പെട്ടെന്നാണ് രാഷ്ട്രീയത്തിൽ മുമ്പുണ്ടായാലും ഉണ്ടായിരിക്കാം എന്ന് എനിക്കറിയുള്ളൂ. ഇവിടെ നല്ല എങ്കിലും അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ കടക്കുകയും ചെയ്തു. മെമ്പറാണ്. പിന്നെ തീയന്തിരുത്തി കുമ്പളപ്പറമ്പ് എന്ന് പറഞ്ഞാൽ കുമ്പളപ്പറമ്പ് തീയന്തിരുത്തി 2 ഭാഗത്തും 2-3 സ്ഥലത്ത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ നമ്മുടെ കാരണന്മാരായിട്ട് അച്ഛൻ, വല്യച്ഛൻ ഇങ്ങനെയുള്ള ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വടക്ക് ഭാഗത്ത് നിന്ന് വന്നതാണെന്നും, അതുപോലെ തന്നെ അത് 2-3 മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, ഇങ്ങനെ 2-3 ജില്ലയിലുണ്ട് എന്നും 2-3 പേര് വന്നതാണെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ അച്ചച്ചൻ ഒരു സംസ്കൃത പണ്ഡിറ്റായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നമ്മൾ ഈ വീട്ടിൽ വന്ന് വൈദ്യം പഠിച്ചിട്ടുണ്ട്. നല്ലൊരു വൈദ്യനായിരുന്നു, പേരുകേട്ട വൈദ്യനായിരുന്നു, ബാലചികിത്സയ്ക്ക് ഏറ്റവും വിദഗ്ധനായിരുന്നു. അദ്ദേഹം ഒരു പേരുകേട്ട മനുഷ്യൻ എല്ലാം കൊണ്ടും. ആ വൈദ്യ പാരമ്പര്യം കൂടി ഉള്ള തറവാടാണ് നമ്മളത്. പക്ഷെ ഇന്ന് ആ വൈദ്യ പാരമ്പര്യം ഇന്നിപ്പോൾ ഒരു പെങ്ങൾ ഡോക്ടറായിട്ടുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട് കമ്പൗണ്ടർ. പക്ഷെ മൂപ്പരും ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഒരു ഇതൊന്നും ഇല്ലാതായിരിക്കുന്നു. പക്ഷെ തിരിച്ചു പിടിക്കുന്ന ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലാണ് പിന്നോട്ട് നിൽക്കുന്നത്. ഇപ്പൊ ചൈത്രേട്ടൻ പറയുന്ന ആ ഭാഗത്ത് അവര് വിദ്യാഭ്യാസമായിട്ട് ഒരുപാട് മുന്നോട്ട് പോയി. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനൊരു അധ്യാപകനാണെങ്കിൽ എനിക്ക് ആവാം, ഞാനൊരു തെങ്ങുകയറ്റക്കാരനാണെങ്കിൽ എൻ്റെ മകനും തെങ്ങുകയറ്റക്കാരൻ. അങ്ങനെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അവിടെ വിദ്യാഭ്യാസമുള്ള അച്ഛൻ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. നേരെ മറിച്ച് ഇവിടെ ഒരു തെങ്ങുകയറുന്നാണെങ്കിൽ കൂലിപ്പണിക്കാരനാണെങ്കിൽ മകനും ആ അവസരം കൊടുത്തിട്ടുള്ളൂ. അവരെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള ഇത്രയും വീട്ടുകാരുടെ ഒരുപാട് പിൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര നഷ്ടം വന്നാലും, എന്ത് പണ്ടം വെച്ചാലും, എന്ത് പണയം വെച്ചാലും നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ട് അവർ ഉദ്യോഗത്തിലെത്തിക്കണം. വിദ്യ കൊണ്ടേ എന്തും നേടാൻ കഴിയും നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം വിദ്യ ഒന്നാം സ്ഥാനത്ത്. പിന്നെ നമ്മൾ വീടുകളിൽ ഇവിടെ നിന്ന് സൂചിപ്പിച്ചു, വീടുകളിൽ നമ്മൾ അച്ഛനെ അമ്മ അവർക്ക് ഇപ്പോൾ ഞാനൊരു മകനാണ്, എൻ്റെ അമ്മയായിട്ട് കണ്ടുകൊണ്ട്, അമ്മ ഒരു ദൈവമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ആ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മൾ വീട്ടിൽ വരുന്ന മരുമക്കൾ, അത് മരുമക്കളല്ലാതെ നമുക്ക് മക്കളായിരിക്കും. ആ വരുന്ന കുട്ടി നമ്മുടെ വീട്ടിലത്തെ കുട്ടിയാണ്, അത് നമ്മുടെ മകളാണ്. ആ രൂപത്തിൽ കണ്ടുകൊണ്ട് അവര് നല്ല സ്നേഹം കൊടുക്കുക. അതുപോലെ തന്നെ ഈ മരുമകൾ ഇവിടെ വരുമ്പോൾ അത് അമ്മായി അമ്മയല്ല, അമ്മയും തന്നെ കാണണം. അത് അമ്മയാണ്, നമ്മളെ അമ്മയാണ്. അതുപോലെ അതിന്റെ ഭർത്താവിന് ജ്യേഷ്ഠൻ ഉണ്ടായിരിക്കും, അത് ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠന് ഭാര്യ ഉണ്ടാവും, ജ്യേഷ്ഠത്തെ അമ്മയാണ്, അമ്മയായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മളെ ചേട്ടനെ അനുജനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തോടെ നല്ല ബഹുമാനത്തോട് ഓരോ വീടും കഴിയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരോട് ഞാൻ നല്ല സ്നേഹത്തിൽ പെരുമാറും, എൻ്റെ അഞ്ചന്മാരോട് നല്ല സ്നേഹത്തിൽ പെരുമാറുമ്പോൾ എനിക്ക് എൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിലത്തെ, എൻ്റെ കുട്ടച്ഛൻ്റെ വീട്ടിലത്തെ അവർക്ക് ഉപദേശം കൊടുക്കാൻ കഴിയും. നിങ്ങൾ നന്നായി വളരണം. അല്ല, ഞാൻ നന്നാക്കാതെ അവരെ ഉപദേശിച്ച് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻ്റെ അടുത്തുള്ള വീട്ടിൽ അവരെ ഉപദേശിച്ചു കൊടുക്കുക. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള നമ്മളെ ബാക്കിയുള്ള എല്ലാവർക്കും നല്ല ഉപദേശം കൊടുത്തുകൊണ്ട് ഈ നാട്ട്, അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും നല്ല ജനങ്ങളോട് നല്ല പെരുമാറ്റം, നല്ല പ്രവർത്തനം. അതുപോലെ നമ്മൾ എന്തെങ്കിലും പാവപ്പെട്ടം വരുമ്പോൾ വേണ്ട സഹായം കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ മൊത്തം പുറത്തുനിന്ന ജനങ്ങളിൽ നമ്മളോട് പറയാം, അത് കുമ്പളപ്പറമ്പിലെ കുട്ടികൾ, അവർ നല്ല എന്താ ഡീസന്റ്, എന്താ പെരുമാറ്റം, അത് നമ്മൾ ഉണ്ടാക്കാൻ കഴിയണം. നമ്മൾ സ്വഭാവ ശുദ്ധിയാണ് എന്നൊക്കെ. അപ്പൊ ഏറ്റവും നമുക്ക് വേണ്ട ക്ഷമ. അഹങ്കാരം പാടില്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ നാശം വന്നു. അപ്പൊ അഹങ്കാരം ഒഴിവാക്കിയിട്ടുണ്ട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. നമ്മളെ വീട്ടിനെ സ്നേഹിക്കുക, വീട്ടുകാരെ സ്നേഹിക്കുക, കുടുംബത്തെ സ്നേഹിക്കുക. അതുപോലെ നമ്മളെ എല്ലാ ചടങ്ങുകളിലും മുൻപന്തിയിൽ നമ്മൾ തന്നെ ഉണ്ടാവുക, പുറത്തുനിന്നല്ല. നമ്മളെ വീട്ടിലത്തെ കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾക്ക് ഇവിടെ കലങ്കരി ഉണ്ട്, ചൊവ്വാഴ്ച. ഈ കലങ്കരിക്ക് നമ്മൾ വേണ്ടുന്ന മാതിരി നമ്മുടെ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും മുമ്പിലെത്തണം. അതുപോലെ കരിങ്കുട്ടിയാട്ട്, കൊല്ലം തോറുണ്ടാവുന്ന കരിങ്കുട്ടിയാട്ട്, ഇതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാര്യങ്ങൾ വളരെ വൃത്തിയായി നടക്കും. ഈ പ്രാവശ്യം കരിങ്കുട്ടിയാട്ട് നമ്മൾ കൽപ്പന കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇനി ഈ പ്രാവശ്യം ഞാൻ കൽപ്പന പുറത്തേക്ക് കൊടുക്കുന്നില്ല. എൻ്റെ കുടുംബം, ഞാൻ ഈ തറവാട്ടിൽ വാഴുന്ന ദൈവമാണ് കരിങ്കുട്ടി, ഞങ്ങളുടെ ഇവിടുത്തെ തറവാട്ടിലെ കുലദൈവമാണ്. കൽപ്പന വന്നത് ഈ കുടുംബത്തെ ഒറ്റക്കെട്ടാക്കിയിട്ട് പ്രാവശ്യം കൽപ്പന പുറത്തേക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു തുടക്കം, ആ കൽപ്പന ഇന്ന് ഇവിടെ യഥാർത്ഥമായിരിക്കുന്നു. കാരണം ഇന്നിവിടെ ഒരു കുടുംബസംഗമം നമുക്ക് നടന്നു. അത് ആ ഒരു കൽപ്പന, ആ ഒരു ദൈവത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ ഇതിന്, അതുപോലെ നമ്മളിപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്, അവിടേക്ക് പോകണം, അവിടുത്തെ കാര്യത്തിൽ നമ്മൾ പങ്കെടുക്കണം, അവരിന്ന് ഇങ്ങോട്ടും വരും. നമ്മൾ ഈ കുടുംബം ഊട്ടി ഉറപ്പിക്കുക, ഇവിടുന്ന് ഒരു തുടക്കം മാത്രമാണ്. ഇനി ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നമ്മളെ വടക്ക് മലബാറിൽ ലോകനാർക്കാവിൻ്റെ അവിടെ മേലേന്ന് എന്ന സ്ഥലത്ത് നമ്മുടെ ഈ കുടുംബം ഒരുപാട് വീടും തന്നെ അറിഞ്ഞു. അത് ഘട്ടം ഘട്ടമായിട്ട് അന്വേഷിക്കുന്ന നമ്മൾ അടുത്ത പ്രാവശ്യം മിക്കവാറും അവർ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ വലിയൊരു സംഘമായിട്ട് നമ്മൾ ഇവിടെ കേരള നിയമസഭയിൽ നമുക്ക് സംസാരിക്കാൻ ആളായി. മൊത്തത്തിൽ നമ്മൾ എല്ലാം കൊണ്ടും മുൻപന്തിയിൽ
കുമ്പളപ്പറമ്പും തന്ന തറവാട് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കാൻ ചങ്കൂറ്റമുള്ളവരാവണം, പ്രാപ്തരാവണം, വിദ്യ വേണം. എല്ലാ കാര്യത്തിലും നമുക്ക് ദൈവം സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പി കെ രാമചന്ദ്രൻ സർ. നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ